ഇത് ടാറ്റ നെക്സോണിന്റെ ബേസ് വേരിയന്റ് ആണ്. പ്രത്യേകിച്ച് എടുത്തു പറയത്തക്ക ഫീച്ചേഴ്സ് ഒന്നും ഈ വേരിയന്റിൽ ടാറ്റ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇപ്പോൾ നമ്മുടെ മിറേഴ്സ് നോക്കുകയാണെങ്കിൽ അത് നമ്മൾ മാനുവലി കൺട്രോൾ ചെയ്യേണ്ട രീതിയിലാണ്. ഫ്രണ്ടിൽ 2 പവർ വിൻഡോന്റെ കൺട്രോൾസേ കൊടുത്തിട്ടുള്ളൂ. ടാറ്റയുടെ ഒരു വാഹനം സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ് ഇല്ലാണ്ട് കാണാൻ പറ്റണമെങ്കിൽ ഈ ഒരു വാഹനമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഈ ഒരു ബഡ്ജറ്റിൽ ഫുള്ളി ഡിജിറ്റൽ ക്ലസ്റ്റർ യൂണിറ്റ് കൊടുത്തിരിക്കുന്നു. സെന്ററിൽ സ്ക്രീനോ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. മാനുവൽ AC ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഗിയർ ലിവറിലേക്ക് വരുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ടാറ്റ നെക്സോണിൽ ബേസ് വേരിയന്റിൽ മാത്രമേ 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് വരുന്നുള്ളൂ. മറ്റെല്ലാത്തിലും നമുക്ക് 6 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് അല്ലെങ്കിൽ ഡീസലിലാണെങ്കിൽ 6 സ്പീഡ് AMT ആണ് കാണാനായിട്ട് പറ്റുക. പിന്നെ ഈ വാഹനത്തിൽ സെഗ്മെന്റിൽ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഗ്ലോ ബോക്സ് കാണാം. അങ്ങോട്ട് ഡീപ്പായിട്ട് അകം വരെയുള്ള ഗ്ലോ ബോക്സ് ആണ് ഈ വാഹനത്തിൽ ടാറ്റ കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ഈ സ്മാർട്ട് വേരിയന്റ് ആർക്കാണ് പറ്റുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഞ്ചിന്റെ പ്യൂർ പ്ലസ് വേരിയന്റ് ഒക്കെ നോക്കുന്നവർക്ക് അതിനേക്കാൾ നെക്സ്റ്റ് സെഗ്മെന്റിലെ വാഹനം വേണം. എന്നാൽ ഫീച്ചേഴ്സിനൊന്നും വലിയ കൺസേൺ ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നോക്കാവുന്ന വേരിയന്റ് ആണ് നെക്സോണിന്റെ ഈ സ്മാർട്ട് വേരിയന്റ്. അതിൽ പ്രധാന കാരണം ഇതിന്റെ പ്രൈസ് തന്നെയാണ്. ഈ വാഹനം നിങ്ങൾക്ക് 7,31,000 രൂപയാണ് ഷോറൂം പ്രൈസ്. ഓൺ റോഡിലേക്ക് വരുമ്പോൾ 8,28,000 രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. ഫോർ മോർ ഇൻഫോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഗോകുലം മോട്ടോഴ്സിന്റെ നമ്പർ കൊടുക്കാം. നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. താങ്ക്